നമസ്കാരം. +2 എക്കണോമിക്സിനെ സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ 2 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സ് ഡെഫിനിഷൻസിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോയിലും പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചാപ്റ്റർ 1 തന്നെ മറ്റൊരു ഭാഗത്തേക്കാണ് കിടക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. പ്രൊഡക്ഷന് സാധ്യതയുള്ള ഒരു ഫ്രോണ്ടിയർ, അതിർത്തി. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നും പറയും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നമ്മൾ സെൻട്രൽ പ്രോബ്ലം ഓഫ് ദി എക്കോണമിയിൽ പറഞ്ഞത്, വാട്ട് ഈസ് ദ സെൻട്രൽ പ്രോബ്ലം ഓഫ് ദി എക്കോണമി? ദി സെൻട്രൽ പ്രോബ്ലം ഓഫ് ദി എക്കോണമി ഈസ് ദ പ്രോബ്ലം ഓഫ് economizing the scarce resources for the production and distribution of various goods and services required by the people in the society. അപ്പോൾ എക്കോണമിയിലുള്ള ആൾക്കാരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ പരിമിതമായ ഈ റിസോഴ്സസ് ഉപയോഗിച്ച് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പ്രശ്നം. നമുക്കറിയാം, റിസോഴ്സസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ദി എക്കോണമി ഈസ് ലിമിറ്റഡ്. അതായത് എക്കോണമിയുടെ കൈവശമുള്ള റിസോഴ്സസ് വളരെ പരിമിതമാണ്, ആവശ്യങ്ങൾ വളരെ കൂടുതലുമാണ്. അപ്പോൾ ഈ എല്ലാ ആവശ്യങ്ങളും കൂടി സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ച് ഏതെല്ലാം ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം എന്നുള്ളത് എക്കോണമി തീരുമാനിക്കണം. അപ്പോൾ അവിടെ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എക്കോണമി ഹാസ് ടു ഡിസൈഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എക്സെട്ര. അത് നമ്മൾ പറഞ്ഞ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് വേണം, ക്യാപിറ്റൽ ഗുഡ്സ് വേണം. കൺസ്യൂമർ ഗുഡ്സ് എത്ര വേണം, ക്യാപിറ്റൽ ഗുഡ്സ് എത്ര വേണം, ഇതൊക്കെ തീരുമാനിക്കണം. ഏതെല്ലാം കൺസ്യൂമർ ഗുഡ്സ് ആണ് വേണ്ടത്. അപ്പോൾ ധാരാളം കൺസ്യൂമർ ഗുഡ്സും ധാരാളം ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, അതിന്റെ ക്വാണ്ടിറ്റി തീരുമാനിക്കണം. അപ്പോൾ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വിൽ ഹെൽപ്പ് ദി എക്കോണമി ടു സെലക്ട് ദി കോമ്പിനേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് സഹായിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനുള്ള പോസിബിലിറ്റി പറയുന്ന സാധ്യത, ഉൽപാദന സാധ്യതയുടെ ഒരു ഫ്രോണ്ടിയർ, അതിർത്തി. ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് അതിർത്തിയാണ്. ആ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ആ പരിധി നിശ്ചയിച്ചു കൊടുക്കും. ആ പരിധിക്കുള്ളിലുള്ള ഏത് പോയിന്റും എക്കോണമിക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ വേറെ എക്സാമ്പിൾ പറയും. ഇപ്പം സപ്പോസ് ഐ ഹാവ് ₹100 വിത്ത് മീ. എന്റെ കൈവശം 100 രൂപ ഉണ്ട്. ഐ വാണ്ട് ടു പർച്ചേസ് 2 ഗുഡ്സ്. എനിക്ക് 2 സാധനങ്ങൾ വേണം, എക്സും വൈ എന്ന് പറയുന്ന 2 സാധനങ്ങൾ വേണം. അപ്പൊ എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ ₹20 per kg, 1 കിലോയ്ക്ക് 20 രൂപയാണ്. ആൻഡ് വൈ ₹10 per kg. എനിക്ക് 2 സാധനങ്ങൾ വേണം, എക്സും വൈയും. എന്റെ കൈവശമുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള പണമേ ഉള്ളൂ, 100 രൂപ. അതിൽ ഒരു എക്സ് എന്ന് പറയുന്ന സാധനം വാങ്ങിക്കണമെങ്കിൽ 1 കിലോയ്ക്ക് 20 രൂപ കൊടുക്കണം. വൈ എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ 1 കിലോയ്ക്ക് 10 രൂപയും കൊടുക്കണം. അപ്പൊ ഞാൻ ഈ എക്സ് മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ ഐ ക്യാൻ പർച്ചേസ് 5 kg എക്സ്, 5 kg എക്സ് വാങ്ങിക്കാം. അതെന്ന് പറഞ്ഞാൽ 20 രൂപ വില. അപ്പൊ 100 രൂപ ചിലവ് തീർന്നു. അപ്പൊ വൈയുടെ പ്രൊഡക്ഷൻ, വൈ എനിക്ക് 0 വാങ്ങിക്കാൻ പറ്റും. അത് വാങ്ങാൻ പറ്റത്തില്ല, 0 ആണ് ഏറ്റവും. ഇനി ഞാൻ 1 കിലോ വൈ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 10 രൂപ പോയി. ഇതിന്റെ വില 10 രൂപ പോയി. 10 രൂപ പോയി കഴിഞ്ഞാൽ ബാക്കി 90 രൂപയുള്ളൂ. അപ്പൊ ഇവിടെ 4.5 കിലോയെ എക്സ് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ അടുത്ത 1 കിലോയും കൂടെ വാങ്ങാൻ 2 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് 20 രൂപ വൈക്ക് വേണ്ടി ചിലവാക്കും. 20 രൂപ വാങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ എത്ര ആകും? 4 കിലോ ആയിട്ട് കുറയും. അപ്പം ഒന്നിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ മറ്റൊന്നിന്റെ പ്രൊഡക്ഷൻ, ഒന്നിന്റെ പർച്ചേസ് കൂടുമ്പോൾ ഒന്ന് കൂടുതൽ വാങ്ങിക്കുമ്പോൾ മറ്റൊന്ന് കുറച്ചേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് പല കോമ്പിനേഷൻസ് ആണ്. ഒന്നിൽ എനിക്ക് 5 കിലോയും വാങ്ങിക്കാം, വൈ ഒന്നും വാങ്ങിക്കാതിരിക്കാം. ഇതെന്ന് പറയാം, അല്ലെങ്കിൽ 4.5 കിലോ എക്സ് വാങ്ങാം, 1 കിലോ വൈ വാങ്ങാം. അല്ലെങ്കിൽ 4 കിലോ എക്സ് വാങ്ങാം, അല്ലെങ്കിൽ 1 കിലോ വൈ, 2 കിലോ വൈ വാങ്ങാം. ഇങ്ങനെ പല കോമ്പിനേഷൻസ് ആണ്. എന്ന് പറയുന്നത് എക്കോണമിക്കും ഇതുപോലുള്ള പല കോമ്പിനേഷൻസിനും ഇഷ്ടമുള്ള, എനിക്ക് ഇതിനകത്തുനിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പൊ എന്റെ പണത്തിന്റെയും അല്ലെ എന്റെ ആവശ്യത്തിന്റെയും അനുസരണം ഇപ്പൊ എനിക്ക് തീരുമാനിക്കാം, എനിക്ക് 4.5 കിലോ എക്സും 1 കിലോ വൈയും മതി. അപ്പൊ വിവിധ കോമ്പിനേഷൻസിൽ നിന്ന് ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുക. എന്ന് പറയുന്നത് എക്കോണമിയുടെ മുന്നിലും പല കോമ്പിനേഷൻസും ഉണ്ട്, പല പോസിബിലിറ്റീസും ഉണ്ട്, പല സാധ്യതകളും ഉണ്ട്.
ആ സാധ്യതയിൽ നിന്നും എക്കോണമിക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് അനുയോജ്യമായിട്ടുള്ളത്, എല്ലാവർക്കും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരുന്നത് ഏതാണ്, ഏതെല്ലാം പണക്കാരന് ആവശ്യമുള്ള സാധനമാണ് ഉള്ളിൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ആവശ്യമുള്ള സാധനമാണ് ഉള്ളിൽ കൊടുക്കേണ്ടത്. അപ്പോൾ തീരുമാനിക്കാം. അപ്പം പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി എക്കോണമിക്ക് സഹായകമായി വരുന്ന ഒരു ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളിനെയാണ് അല്ലെങ്കിൽ കർവിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഈസ് എ കർവ് ദാറ്റ് ഷോസ് ഡിഫറെന്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിയുടെ മുന്നിലുള്ള ഡിഫറെന്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കാണിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത് ഒരു എക്സാമ്പിൾ സപ്പോസ് ഇപ്പോൾ എക്കോണമിയിൽ എന്ന് പറയാൻ ധാരാളം സാധനങ്ങൾ എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിന് എല്ലാത്തിനെയും കൂടെ പോസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് രണ്ട് സാധനങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സും ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ട്. കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം എല്ലാ കൺസ്യൂമർ ഗുഡ്സിനൂടെ ഒന്നായിട്ട് എടുക്കുക, ക്യാപിറ്റൽ ഗുഡ്സിനെയും കൂടെ ഒന്നായിട്ട് എടുക്കുക, അത് എടുക്കാം. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്. അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തില്ല. ഇപ്പം എക്കോണമി ഇപ്പോൾ കൺസ്യൂമർ ഗുഡ്സിൽ തന്നെ രണ്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് ദി എക്കോണമി ഹാസ് 1 acre ഓഫ് ലാൻഡ്. 1 acre ഭൂമി എക്കോണമിയുടെ കൈവശമുണ്ട്. 1 acre ഓഫ് ലാൻഡ്, 1 acre ഭൂമിയാണുള്ളത്. 1 acre ഇത് നമ്മൾ ഓർത്ത് വെച്ചോണം. 1 acre ലാൻഡാണ് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ളത്. കൃഷി ചെയ്യാൻ പോവാണ്. രണ്ട് സാധനങ്ങളുടെ കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് പാഡി ആൻഡ് പൾസസ്, നെല്ലും മറ്റു ധാന്യങ്ങളും. അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് കൊടുക്കാവും. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസും ഉണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഉണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി 3-4 പ്രൊഡക്ഷൻ പോസിബിലിറ്റി കൊടുക്കാം. ഒന്ന് എ എന്ന് പറയുന്ന പോസിബിലിറ്റി, ബി എന്ന് പറയുന്ന പോസിബിലിറ്റി, സി എന്ന് പറയുന്ന പോസിബിലിറ്റി, ഡി എന്ന് പറയുന്ന പോസിബിലിറ്റി, ഇ എന്ന് പറയുന്ന പോസിബിലിറ്റി. നമ്മൾ എക്സാമ്പിൾ എഴുതാം. രണ്ട് സാധനങ്ങൾ എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യാണ്, പാഡിയും പൾസസും. പൾസസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ, അതായത് പയറും മറ്റു അതുപോലുള്ള ധാന്യങ്ങളെല്ലാം വരും. ആ പാഡി കൊണ്ട് പൾസ് 1 acre ഭൂമിയുള്ള ആകെ. ഈ 1 acre ഭൂമിയിൽ വേണം ഇത് രണ്ടും കൃഷി ചെയ്യാൻ. അപ്പോൾ നമ്മൾ 1 acre ഭൂമി നമ്മൾ ഇപ്പം മൊത്തം ഭൂമിയും നമ്മൾ പൾസസിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 10 ക്വിന്റൽ പൾസസ് ഉണ്ടാക്കാന്ന് ചോദിച്ചു. 10 ക്വിന്റൽ. അറ്റ് ദാറ്റ് ടൈം ദ പ്രൊഡക്ഷൻ ഓഫ് പാഡി വിൽ ബി 0. ആ സമയത്ത് പാഡിയുടെ പ്രൊഡക്ഷൻ 0 ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ 1 acre പൾസസിന് വേണ്ടി ഉപയോഗിച്ചു. പൾസസ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 1 acre ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 10 ക്വിന്റൽ ഉൽപ്പാദിക്കാൻ കഴിയും. അപ്പം ഇവിടെ 0 ആയി. ഇതില്ല, പാഡിക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി പാഡിക്ക് വേണ്ടിയിട്ട് ഒരു ക്വിന്റൽ പാഡി ഉൽപ്പാദിപ്പിക്കാൻ 1 ക്വിന്റൽ പാഡി ഉൽപ്പാദിപ്പിക്കാൻ പോവാണ്. 1 ക്വിന്റൽ പാഡി ഉൽപ്പാദിപ്പിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് കുറച്ച് ഭൂമി പാഡിയുടെ കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിക്കണം. 1 acre ഉപയോഗിച്ചപ്പോൾ 10 ക്വിന്റൽ കിട്ടി. അപ്പോൾ ഈ 1 acre ഉള്ള ആകെ. അപ്പോൾ ഇതിനകത്തുനിന്ന് 1 ക്വിന്റൽ പാഡിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കുറയും, ഇതിന് വേണ്ടിയിട്ടുള്ള അളവ് കുറയും. അങ്ങനെ അളവ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ സപ്പോസ് ദിസ് ഈസ് കമ്മിങ് ഡൗൺ ടു 9 ക്വിന്റൽ. ഇതിന്റെ 9 ക്വിന്റലായിട്ട് കുറയുന്നത് വിചാരിക്കുക. 9 ക്വിന്റലായി. അപ്പോൾ പൾസസിന്റെ 9 ക്വിന്റലായി കുറഞ്ഞു. ഇനി പാഡി ഒന്നുകൂടെ 2 ക്വിന്റൽ പ്രൊഡ്യൂസ് ചെയ്യണം. പാഡി 2 ക്വിന്റൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് ദിസ് ഈസ് കമ്മിങ് ഡൗൺ ടു 7 ക്വിന്റൽ. 7 ക്വിന്റലായിട്ട് കുറയുന്നു. അവിടെ സംഭവിക്കുമല്ലോ, ഒന്നിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ പ്രൊഡക്ഷൻ കുറയണം. ഇനി അടുത്ത പോസിബിലിറ്റി വരുമ്പോൾ 3 ക്വിന്റൽ പ്രൊഡ്യൂസ് ചെയ്യാം. 3 ക്വിന്റൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സപ്പോസ് ദിസ് ഈസ് കമ്മിങ് ഡൗൺ ടു 4 ക്വിന്റൽസ്. 4 ക്വിന്റലായിട്ട് കുറയുന്നു. ഇനി അടുത്തത് ഇത് 4 ക്വിന്റലായിട്ട് വർദ്ധിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഇത് 0 ആയിട്ട് ചിലപ്പം കുറയും. ഇതില്ല എന്ന് പറഞ്ഞാൽ മൊത്തം ലാൻഡും ആ 1 acre ലാൻഡും പാഡിക്ക് കൾട്ടിവേഷന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 ക്വിന്റൽ പാഡി ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ പൾസസിന്റെ പ്രൊഡക്ഷൻ 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എക്കോണമിയുടെ കൈവശമുള്ള ലാൻഡ് പരിമിതി, റിസോഴ്സ് ഇതാണ്. റിസോഴ്സ് ലിമിറ്റഡ്. ഈ ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പല പോസിബിലിറ്റീസ് അല്ലെങ്കിൽ പല കോമ്പിനേഷൻസ് ആയി കൊടുത്തിരിക്കുന്നത്. അപ്പം ഏത് പറയുന്ന പോസിബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് പറയുന്ന കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് 10 quintals ഓഫ് pulses. Then production of paddy will be 0. If the economy wants to produce 1 quintal of paddy, 1 quintal paddy ഉൽപ്പാദിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ the economy has to forgo 1 unit of pulses. 1 യൂണിറ്റ് പൾസസ് ഉപേക്ഷിക്കണം. 1 യൂണിറ്റ് പോയില്ലേ, സോറി 1 ക്വിന്റൽ പൾസസ് ഉപേക്ഷിക്കണം. 1 ക്വിന്റൽ 10 എന്നുള്ള 9 ആയിക്കോട്ടെ. 1 ക്വിന്റൽ പൾസസ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ 1 ക്വിന്റൽ പാഡി കിട്ടൂ. If the economy wants to produce 2 quintals of പാഡി, 2 ക്വിന്റൽ പാഡി ഉൽപ്പാദിക്കാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഫോർഗോ എത്ര ഉപേക്ഷിക്കേണ്ടി വരുന്നത്? ഇറ്റ് ഹാസ് ടു ഫോർഗോ 3 ക്വിന്റൽ ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ? അപ്പൊ അങ്ങനെ ഓരോ കോമ്പനി ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഓരോ രീതിയിൽ എക്കോണമിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ ഇതാണ് വിവിധ കോമ്പിനേഷൻ കൊടുത്തിട്ട്. അപ്പൊ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഷോസ്
ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ്, രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ്. ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് എ ലിമിറ്റഡ് റിസോഴ്സ്. ഈ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ. ഇതിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനെ അല്ലെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ടേബിൾ. ഇതൊരു ടേബിൾ നമ്മൾ കാണിച്ചു. ഈ ടേബിളിനെ നമ്മളൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി വിവിധ പോസിബിലിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സാധനങ്ങളാണ് എക്കോണമി ഉൽപ്പാദിപ്പിക്കുന്നത്. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കർ ഭൂമിയെ ഉള്ളു. ആ 1 ഏക്കർ ഭൂമിയിൽ നിന്നുകൊണ്ട് വേറെ 2-3 അസംഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് മൊത്തം 1 ഏക്കറും പൾസസിന് വേണ്ടി ഉപയോഗിച്ചാൽ 10 കിൻഡല് പൾസസ് ഉൽപ്പാദിപ്പിക്കാം. മൊത്തം ലാൻഡും പാഡിക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 കിൻഡല് പാഡി ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ പൾസസിന്റെ പ്രൊഡക്ഷൻ 0 ആയിരിക്കും. അതിനിടയ്ക്ക് വിവിധങ്ങളായ കോമ്പിനേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഇഷ്ടമുള്ള കോമ്പിനേഷൻ എക്കോണമി ചൂസ് ചെയ്യാം. അത് ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ളത്, ഏറ്റവും നല്ല രീതിയിൽ നല്ലതായിട്ടുള്ളത്, അതായത് എല്ലാ ആൾക്കാർക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരെണ്ണമായിരിക്കും എക്കോണമി സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇനി അതിനെ ഒരു ഡയഗ്രത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ടേബിളിനെ നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുക. ടേബിൾ ഞാൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എഴുതിയ ടേബിൾ തന്നെ 5 കോമ്പിനേഷൻസ് ഉണ്ട്, 5 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ടേബിളിനെ നമ്മളൊരു ഡയഗ്രത്തിലേക്ക് ഗ്രാഫിലേക്ക് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഒരു കർവാണ് കിട്ടുന്നത്. കാര്യം ഈ ഡയഗ്രത്തിൽ 2 ആക്സിസ് ഉണ്ട്. അലോങ് ദി എക്സ് ആക്സിസ് ദ ക്വാണ്ടിറ്റി ഓഫ് പാഡി ഈസ് മെഷർഡ് ആൻഡ് അലോങ് ദി വൈ ആക്സിസ് ക്വാണ്ടിറ്റി ഓഫ് പൾസസ് ഈസ് മെഷർഡ്. പൾസസിന്റെ ക്വാണ്ടിറ്റി ഇവിടെ മെഷർ ചെയ്തു, ഇവിടെ പാഡിയുടെ മെഷർ ചെയ്തു. പാഡി നമുക്ക് 1, 2, 3, 4 ആവുള്ളൂ. അപ്പൊ 1, 2, 3, 4 എടുത്തു. പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 0 to 10 വരെ വരുമല്ലോ. അപ്പൊ ഒരു സ്കെയിൽ എടുത്തത് 2, 4, 6, 8, 10 എന്നുള്ള സ്കെയിൽ എടുത്ത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കോമ്പിനേഷൻ എ എടുക്കുന്ന സമയത്ത് പാഡി 0 വരും. പാഡി 0 എന്ന് പറയുമ്പോൾ പാഡി ഇവിടെ വരും. പാഡി ഈ ആക്സിലെ മെഷർ ചെയ്ത്. അപ്പൊ ഇവിടെ 0 എന്ന് പറയുമ്പോൾ ഇവിടെ പാഡിയുടെ വരുന്നത്. അതിന്റെ നേരെ തന്നെ 10 പൾസസ് വരണം. അപ്പൊ അതിന്റെ നേരെ പൾസസ് വരുമ്പോൾ ഇവിടെ ആണ് വരുന്നത്. ആദ്യത്തെ പോയിന്റ് ഇവിടെ വരും. പൾസസ് 10 ആയതുകൊണ്ട് 0 പാഡി 0യും പൾസസ് 10. രണ്ടാമത് ബി, അതിനാണ് ഏത് പറയുന്ന കോമ്പിനേഷൻ എഴുതിയത്. ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 പാഡി ഇവിടെ വരും 1. അതിന് നേരെ 9 വരണം പൾസസ് 9 വരുമ്പോൾ അതിന്റെ നേരെ നമ്മൾ ഈ 1-ന് നേരെ 9 എന്ന് പറഞ്ഞാൽ 9-ന് നേരെ ഇവിടെ മാർക്ക് ചെയ്തു. അതാണ് ബി. അതുപോലെ സി എന്ന് പറഞ്ഞാൽ രണ്ട് പാഡിയും 7 പൾസസും. അടുത്തത് 3 പാഡിയും 4 പൾസസും. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 4 പാഡി പൾസസ് 0. അങ്ങനെ അപ്പൊ ആ പോയിന്റുകളെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു കർവ് വരും. ഈ കർവിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രോണ്ടിയറിൽ നമുക്കിപ്പം 1, 2, 3, 4, 5 കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. 5 അല്ല, ആയിരക്കണക്കിന് കോമ്പിനേഷൻ. ഇതിൽ ഓരോ പോയിന്റും ഒരു കോമ്പിനേഷനാണ്. പക്ഷെ ഇതിനുള്ള ഏത് കോമ്പിനേഷൻ എക്കോണമിക്ക് തിരഞ്ഞെടുക്കാം. ഓരോ കോമ്പിനേഷനിലും രണ്ടിന്റെയും ഒരു ഇത് കിട്ടും. ഏതെടുത്തു കഴിഞ്ഞാലും ഈ 2 സാധനങ്ങളുടെ ഓരോ കോമ്പിനേഷൻ കിട്ടും. അപ്പൊ there are different combinations. The economy can choose any one of these combinations and economy will choose only that combination which gives maximum satisfaction to the different sections of the society. പല സെക്ഷൻസിന് ആവശ്യമുള്ള സാധനങ്ങൾ ഏതാണോ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനം ഏതാണോ അതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഈ ഫ്രോണ്ടിയറിന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം ഈ പരിമിതമായ വിഭവങ്ങൾ, ആ 1 ഏക്കർ ഭൂമിയേ ഉള്ളല്ലോ, ആ 1 ഏക്കർ ഭൂമി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ 2 സാധനങ്ങൾ ഇത്രയേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. എക്കോണമി, സപ്പോസ് ദി എക്കോണമി ഈസ് ചൂസിങ് എ പോയിന്റ് ലൈക്ക് എഫ്, ലൈക്ക് ഇൻസൈഡ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ അകത്തൊരു പോയിന്റ് എടുക്കുക. അകത്തൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി എക്കോണമി ഈസ് നോട്ട് യൂട്ടിലൈസിങ് ദി റിസോഴ്സസ് ഫുള്ളി. ആ 1 ഏക്കർ ലാൻഡ് ഉപയോഗിക്കുന്നില്ല. 1 ഏക്കർ ലാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ലൈനിൽ കൂടെ പോവാം. ഇപ്പൊ ഇതിനകത്ത് വേറൊരു പോയിന്റ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് അണ്ടർ യൂട്ടിലൈസേഷൻ. ദിസ് ഷോസ് ദ എക്കോണമി ഈസ് അണ്ടർ യൂട്ടിലൈസിങ് ദ റിസോഴ്സിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പൊ എക്കോണമി ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇങ്ങനൊരു ഡയഗ്രത്തിൽ വരച്ചിട്ട് ഇതിനകത്ത് ഉള്ളിലൊരു പോയിന്റ് കാണിച്ചിട്ട് ക്യാൻ ദ എക്കോണമി ചൂസ് ദിസ് പോയിന്റ്, വാട്ട് ഈസ് ദ നേച്ചർ പെക്യുലാരിറ്റി ഓഫ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്കോണമി ഈസ് നോട്ട് യൂട്ടിലൈസിങ് ദ റിസോഴ്സസ് ഫുള്ളി, ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ ഇതിന് പുറത്തൊരു പോയിന്റ് എടുക്കുകയാണ്, ഈ ജി എന്ന് പറയുന്ന ഒരു പോയിന്റ്. വെദർ ദ എക്കോണമി ക്യാൻ ചൂസ് എ പോയിന്റ് ലൈക്ക് ദിസ്? നോ, എക്കോണമി കനോട്ട് ചൂസ് എ പോയിന്റ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ഇറ്റ്സ് സ്കോപ്പ്. ഈ കൈവശമുള്ള റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാത്തുള്ളൂ. ഈ ലൈനിൽ കൂടെ സഞ്ചരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിന്റെ ഇപ്പുറത്തോട്ട് പോകാൻ എക്കോണമി കഴിയത്തില്ല.
ഇത് ഓവർ യൂട്ടിലൈസേഷൻ പറയാൻ യൂട്ടിലൈസ് ചെയ്യാൻ ഇല്ലല്ലോ. ആ ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. അതിനകത്തുള്ള ഏത് കോമ്പിനേഷൻസും എക്കോണമിക്ക് എടുക്കാം. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ കൊടുക്കുന്നത്. എനി കോമ്പിനേഷൻ ക്യാൻ ബി ചൂസ്ഡ് ബൈ ദി എക്കോണമി. അപ്പൊ ഇതിനകത്ത് ഇൻസൈഡ് ആണെന്നുള്ള അത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമ്മൾ ഇതിനകത്ത് വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനൊപ്പം എക്കോണമിക്ക് ഈ രണ്ട് സാധനങ്ങളിൽ കൃഷി ചെയ്ത് പാഡിയും പൾസസും. ഈ പാഡിയും പൾസസും കൃഷി ചെയ്ത എക്കോണമിക്ക് ഈ ഒരു കോമ്പിനേഷൻ കൂടെ പറ്റത്തുള്ളൂ 1 ഏക്കർ ഭൂമിയിൽ. ഇനി ഇതിന് പുറത്ത് പോകാൻ കഴിയും. ഒരുപക്ഷെ ഈ ജി എന്ന് പറയുന്ന പോലെ ഒരു പോയിന്റിലേക്ക് എക്കോണമിക്ക് പോകാൻ കഴിയും ചില സാഹചര്യങ്ങളിൽ. റിസോഴ്സസ് ലിമിറ്റഡ്. ആ 1 ഏക്കർ ഏതായാലും വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. ആ 1 ഏക്കറിൽ നിന്നുകൊണ്ട് തന്നെ അതിന് അപ്പുറത്ത് വേറൊരു പോയിന്റ് ചൂസ് ചെയ്യാം. ഏത് സാഹചര്യം അറിയോ? ഇഫ് ദർ ഈസ് എനി ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്, ആ സാങ്കേതികമായ എന്തെങ്കിലും വളർച്ച ആ എക്കോണമിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് സംഭവിക്കാം. പക്ഷെ നമ്മുടെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടൂൾ പ്രകാരം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായി യാതൊരു മാറ്റങ്ങളും ഇല്ല. അതാണ് മറ്റൊരു അസംഷൻ. ഈ ടൂളിന്റെ പിന്നിലുള്ള മറ്റൊരു അസംഷൻ എന്ന് പറഞ്ഞാൽ, ഒരു അസംഷൻ നമ്മൾ പറഞ്ഞ റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. വേറെ അസംഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെക്നോളജി. ടെക്നോളജിയിൽ യാതൊരു ചേഞ്ചും ഇല്ല. ടെക്നോളജി റിമൈൻസ് അൺചേഞ്ച്ഡ്. അപ്പൊ ഇത് ടെക്നോളജി ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ടെക്നോളജി ചേഞ്ച് ചെയ്യുക എന്ന് പറയാൻ അർത്ഥം, ഇപ്പൊ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് പൾസസും കൃഷി ചെയ്യുന്നു പറഞ്ഞു. നെല്ലിന് വേണ്ടി പുതിയ ഇനം വിത്തുകൾ ഉപയോഗിക്കുക. ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിക്കുക. ഉയർന്ന തരം വിളവ് തരുന്ന വിത്തുകൾ ഉപയോഗിക്കുന്നു രണ്ടിനും വേണ്ടി, പൾസസിനും പാഡിക്കും വേണ്ടി. അതുപോലെ മോഡേൺ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നു. ആധുനിക രീതിയിലുള്ള രാസവളങ്ങളും മറ്റും ഉപയോഗിക്കുന്നു. അപ്പൊ കൂടുതൽ ആധുനിക രീതിയിലുള്ള രാസവളങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ ഉയർന്ന ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിക്കുക. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉൽപ്പാദനം കൂടും. ഉൽപ്പാദനം കൂടിയത് ഭൂമിയുടെ അളവ് കൂടിയിട്ടല്ല, ആ 1 ഏക്കറിൽ തന്നെ നിന്നുകൊണ്ടാണ്. അപ്പൊ ഉൽപ്പാദനക്ഷമത കൂടി. അത് ഭൂമിയുടെ ഉൽപ്പാദനക്ഷമത കൂടി. ഉൽപ്പാദനക്ഷമത കൂടാൻ കാരണം അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കർവ് ഷിഫ്റ്റ് ചെയ്യാം. ഈ കർവ് ഇതിന്റെ വലതുവശത്തേക്ക്. അതിന്റെ ഈ പൾസസിന്റെ അളവ് ഇപ്പം മാക്സിമം 10 അല്ലേ? മാക്സിമം പൾസസിന്റെ 10 ആണ്. പാഡിയുടെ മാക്സിമം 4 കിൻഡലുമാണ്. ഇത് ഇപ്പുറത്തോട്ട് വേണേ കയറാൻ വരാം. ഇങ്ങനെ വന്നിട്ട് പുതിയൊരു കർവ് കൊണ്ട് വേണേ വരാം. ഉണ്ടാവും ഒരു പുതിയ കർവ് എക്കോണമിയിൽ ഈ ഒരു കർവ് വരാം. ഇങ്ങനെ ഒരു കർവ് വരിക. ഈ ഷിഫ്റ്റ് കർവിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫോർ ഷിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഈ അസംഷൻ മാറണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാകണം. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇനി ടെക്നോളജിക്കലായിട്ട് ഇപ്പം ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് ഉണ്ടാകും. ഈ സാങ്കേതികമായിട്ട് പിന്നോക്കാവസ്ഥയിലേക്ക് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ മെഷീൻസും അല്ലെങ്കിൽ ഇതുപോലെ ടെക്നോളജിയെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാം പിൻവലിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ആദ്യത്തേക്കും വരാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണ്ട, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇൻസൈഡ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അപ്പം ടെക്നോളജിക്കൽ ഷിഫ്റ്റ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പൊ രണ്ട് സാധനങ്ങളുടെയും ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചുകൊണ്ടായി. ഇപ്പൊ പാഡിക്കും വേണ്ടി ഉയർന്ന ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു, പൾസസിനും വേണ്ടി ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു. അതുപോലെ പാഡിക്കും വേണ്ടി മോഡേൺ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, പൾസസിനും വേണ്ടി മോഡേൺ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് രണ്ട് സ്ഥലത്തും മാറ്റം ഉണ്ടായത്. ഇവിടെയും കൂടി 10 എന്നുള്ളത് ചിലപ്പോൾ ഇത് ഒരു 12 ആയെന്നിരിക്കാം, ഇത് 4 എന്നുള്ളത് 6 ആയെന്നിരിക്കാം. 6 കിൻഡലോട് ഉത്പാദിപ്പിക്കാം. ഭൂമി കൂടിയിട്ടില്ല, റിസോഴ്സ് കൂടിയിട്ടില്ല, പക്ഷെ ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ്. ഇനി അതല്ലാതെ ഇപ്പം ഈ പാഡിക്ക് വേണ്ടി മാത്രമാണെന്ന് വിചാരിച്ചു. പാഡിക്ക് വേണ്ടി മാത്രമാണ് ഈ പിന്നെ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സും ഫെർട്ടിലൈസറും ഉപയോഗിച്ചെന്ന് വിചാരിച്ചു. ഇപ്പൊ ഈ 1 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ ആ 1 ഏക്കർ ഭൂമിയും 2 വിളകൾക്കും ഒരുപോലെ അനുയോജ്യമായിരിക്കണമെന്നില്ല. ഇപ്പൊ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പം പൾസസ് ശരിയായ രീതിയിൽ വിളയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ ചെയ്യുന്ന എന്താ, ഇവിടുന്ന് നമ്മൾ പാഡിക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ നെല്ലിന്റെ മാത്രം ഉയർന്ന ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ അതിനുവേണ്ടി മാത്രം ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ച പാഡി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഇത് ചെയ്തത്. അതുകൊണ്ട് പാഡിയുടെ മാത്രം പ്രൊഡക്ഷൻ ആയിരിക്കും കൂടുന്നത്. പാഡിയുടെ പ്രൊഡക്ഷൻ കൂടുക പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നതിന് ശേഷം ഈ കർവ് തിരിച്ച് ഇങ്ങോട്ട് ഇവിടെ വരും. കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞാൽ പൾസസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നില്ല. പൾസസ് 10 തന്നെ നിൽക്കുന്നു. പാഡിയുടെ ഇവിടുന്ന് 4 എന്നുള്ള 6 ആയി തന്നെ നിൽക്കുന്നു. കണ്ടോ, 6 ആയി നിൽക്കും. 4 എന്നുള്ള 6 ആയി, പാഡിയുടെ 6 ആയി. ഇനി തിരിച്ച് പൾസസിന്റെയാണ് കൂടുന്നതെങ്കിൽ, പൾസസിന് വേണ്ടിയാണ് നമ്മൾ ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സും ഫെർട്ടിലൈസറും ഒക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ പൾസസ് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് പോവാം. അപ്പം ഈ കർവ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ പോയിന്റിലേക്ക് വന്ന് നിൽക്കും. പാഡിയുടെ കൂടുന്നില്ല, പാഡിയുടെ 4 തന്നെ. കണ്ടോ, അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകണം. ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് രണ്ടിനു വേണ്ടി ഉണ്ടാകും. രണ്ടിനും വേണ്ടി കോമൺ ആയിട്ട് വരികയാണെങ്കിൽ രണ്ടിനും ഷിഫ്റ്റ് കോമൺ ആയിട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. ഓരോന്നിനു വേണ്ടിയാണെങ്കിൽ ഓരോന്നിന്റെ സ്ഥലത്ത് നിന്നാലും മാത്രമായിരിക്കും മാറ്റം വരുന്നത്. അപ്പൊ ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് MOC എന്നൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. MOC ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പൊ നമ്മളിപ്പം ആദ്യത്തെ ഒരു കിൻഡിൽ 10 കിൻഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ പാഡി 0 ആണെന്ന് പറഞ്ഞു. അടുത്ത 1 യൂണിറ്റ് ഇവിടെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ 1 യൂണിറ്റ് ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. 1 കിൻഡിൽ കുറഞ്ഞു അല്ലേ?
പൾസസിന്റെ 1 കിൻഡൽ കുറഞ്ഞു. പിന്നെ പൾസസിന്റെ എന്ന് പറഞ്ഞാൽ 2 കിൻഡൽ കുറഞ്ഞു കേട്ടോ. വീണ്ടും 1 കിൻഡലോട് കൂട്ടി കഴിഞ്ഞാൽ പൾസസിന് 2 കിൻഡൽ കുറഞ്ഞു. വീണ്ടും 1 കിൻഡലോട് കൂട്ടിയപ്പോൾ പൾസസിന്റെ 3 കിൻഡൽ കുറഞ്ഞു. വീണ്ടും 1 കിൻഡലോട് കൂട്ടിയപ്പോൾ പൾസസിന്റെ 4 കിൻഡൽ കുറഞ്ഞു. മനസ്സിലായി? അപ്പൊ ഇത് 1 കിൻഡൽ പാടി ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പൾസസ് 1 കിൻഡൽ കുറയ്ക്കേണ്ടി വന്നു. 2 കിൻഡലായി വർദ്ധിച്ചു കഴിഞ്ഞാൽ 2 കിൻഡൽ കുറയ്ക്കേണ്ടി വന്നു. 1 കിൻഡലോട് കൂട്ടി 3 കിൻഡലായി കഴിഞ്ഞപ്പോൾ 3 കിൻഡൽ കുറയ്ക്കേണ്ടി വന്നു. 1 കിൻഡൽ 4 കിൻഡലായി കഴിഞ്ഞാൽ 4 കിൻഡൽ ഇവിടെ കുറയേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഒന്നിന്റെ പ്രൊഡക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ പ്രൊഡക്ഷൻ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. പൾസസിന്റെ പാഡിയുടെ 1 കിൻഡൽ കൂട്ടിയപ്പോൾ പൾസസിന്റെ 1 കിൻഡൽ ഉപേക്ഷിക്കേണ്ടി വന്നു. മനസ്സിലായി? അപ്പൊ വെൻ വി ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് പാഡി by 1 കിൻഡൽ we have forgone 1 കിൻഡൽ ഓഫ് പൾസസ്. 1 കിൻഡൽ പൾസിനെ ഉപേക്ഷിക്കുക. or we have to sacrifice 1 കിൻഡൽ ഓഫ് pulses for producing 1 more കിൻഡൽ ഓഫ് പാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in order to produce more unit of one commodity we have to sacrifice the production of another commodity. ഒരെണ്ണത്തിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും. ഒരെണ്ണത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടി കഴിഞ്ഞാൽ വേറെണ്ണത്തിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. the quantity of one good sacrificed for one product producing one more unit of another commodity. മറ്റൊരു കമ്മോഡിറ്റിയുടെ 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മോഡിറ്റിയുടെ എത്രയാണോ സാക്രിഫൈസ് ചെയ്യുന്നത്, ഉപേക്ഷിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഓപ്പർച്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധനത്തിന്റെ ഉൽപ്പാദനം കൂട്ടണമെങ്കിൽ മറ്റൊരു സാധനത്തിന്റെ ഉൽപ്പാദനം കുറയ്ക്കണം. ആ കുറയ്ക്കുന്നത്, ആ ഉപേക്ഷിക്കുന്നത്, ആ കുറയ്ക്കുന്ന ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതാ ക്വാണ്ടിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി സാക്രിഫൈസ്ഡ്. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി സാക്രിഫൈസ് ചെയ്യുമല്ലോ, നമ്മൾ ഉപേക്ഷിക്കുമല്ലോ, നമുക്ക് നഷ്ടം വരുമല്ലോ. The quantity of one commodity sacrificed for the production of 1 more unit of another commodity. മറ്റൊരു കമ്മോഡിറ്റിയുടെ 1 യൂണിറ്റ് കൂടെ ഉൽപ്പാദിപ്പിക്കാൻ വേറൊരു സാധനത്തിന്റെ എത്രയാണോ ഉപേക്ഷിക്കുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ യൂണിറ്റ് ഇവിടെ കൂടുന്തോറും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ആദ്യം 1 ആയിരുന്നത് 2 ആയി 3 ആയി 4 ആയി. ഇവിടെ ഓരോ യൂണിറ്റ് വീതം ഓരോ കിൻഡൽ വീതം കൂട്ടുന്തോറും ഇവിടെ MOC കൂടിക്കൊണ്ടിരിക്കുകയാണ്. MOC അതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി. മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആണ്. മാർജിനൽ നമുക്ക് എപ്പോഴും വരുന്ന മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ എക്സ്പെൻഡിച്ചർ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇങ്ങനെയൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ ഒക്കെ എപ്പോഴും. മാർജിനൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഡീഷണൽ എന്നാണ്. അഡീഷണൽ. അപ്പൊ അഡീഷണൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സാധനത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റൊരു സാധനത്തിന്റെ കുറച്ച് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആ ഉപേക്ഷിക്കേണ്ടി വരുന്ന ആ അളവിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആദ്യം 1 ആയിരുന്നു, പിന്നെ അത് 2 ആയി, പിന്നെ 3 ആയി, 4 ആയി. ഇവിടെ ഓരോ കിൻഡൽ കൂട്ടും തോറും ഇവിടെ 1 കിൻഡൽ കൂട്ടിയപ്പോൾ ഇവിടെ 1 ആയിരുന്നു, പിന്നെ 2 കൂടി കഴിഞ്ഞാൽ ഇവിടെ 2 ആയി. കണ്ടോ, 1 കിൻഡലോട് കൂടി കഴിഞ്ഞാൽ ഇവിടെ 2 കിൻഡൽ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. അങ്ങനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അതാ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഇൻക്രീസിങ്. അഡീഷണൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ഈ അഡീഷണൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കർവ് ഇങ്ങനെ കോൺകേവ് ടു ദി ഒറിജിൻ. ഈ ഒറിജിൻ കോൺകേവ് ആയിട്ട് വന്നത്. കോൺകേവ് അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. പരിമിതമായ റിസോഴ്സ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന 2 സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷൻസിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ കാണിക്കുന്നത്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്കറിയാം ലിമിറ്റഡ് റിസോഴ്സ് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ കിട്ടുമ്പോൾ അതിനുള്ളിലുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. അതിന് പുറത്തൊരു പോയിന്റ് എക്കണോമിക്ക് എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പുറത്തൊരു പോയിന്റിലേക്ക് എക്കോണമി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണം. പക്ഷെ നമ്മുടെ ഈ ടൂൾ അനുസരിച്ച് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ ഈ ടൂൾ അനുസരിച്ച് നമുക്ക് അങ്ങനെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇല്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ ചില അസംഷൻസ് ഉണ്ട്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന്റെ പിന്നിൽ ചില സങ്കല്പങ്ങളുണ്ട്. ആ സങ്കല്പങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നാമത്തെ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംഷൻസ് എക്കണോമിക് തിയറീസ് അല്ല, എന്തെങ്കിലും അസംഷൻസിന്റെ പിന്നിലായിരിക്കും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. റിസോഴ്സസ് ലിമിറ്റഡ്. അത് നമുക്കറിയാം. ഇപ്പോൾ ഒരേക്കർ ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരേക്കർ ലാൻഡേ ഉള്ളല്ലോ, നമുക്ക് അത് ലിമിറ്റഡ് ആണ്. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജി റിമൈൻസ് അൺചേഞ്ച്ഡ്. ടെക്നോളജിക്ക് യാതൊരു മാറ്റവും ഇല്ല. ടെക്നോളജിക്ക് മാറ്റം ഉണ്ടായി കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ പറഞ്ഞത് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പൊ ടെക്നോളജി റിമൈൻസ് അൺചേഞ്ച്ഡ്. അടുത്ത മൂന്നാമത്തെ പറഞ്ഞാൽ റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്.
റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. റിസോഴ്സസ് മൊത്തം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 1 ഏക്കർ ലാൻഡ് ഉപയോഗിക്കണം. 1 ഏക്കർ ലാൻഡ് ഉപയോഗിച്ചില്ലെങ്കിൽ അതിനുള്ളിൽ ഒരു പോയിന്റ് ആയി പോകും. അതുകൊണ്ടാണ് ഈ അസംഷൻ. റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. അടുത്ത നാലാമതെന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ്. Equally efficient for the production of various goods. പല സാധനങ്ങൾക്ക് വേണ്ടി റിസോഴ്സസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യന്റ്, ഒരുപോലെ എഫിഷ്യന്റ് അല്ല ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് ഗുഡ്സ്. പല സാധനങ്ങൾക്ക് വേണ്ടി ഒരുപോലെ എഫിഷ്യന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ആ 1 ഏക്കർ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നെല്ലിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും, പൾസസിന് അനുയോജ്യമായിരിക്കത്തില്ല. അപ്പോൾ ആ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉത്പാദിപ്പിക്കാനും ഒരുപോലെ എഫിഷ്യൻസി ഉള്ളതായിരിക്കണമെന്നില്ല. അല്ല, ഈ 4 അസംഷൻസിന് പിന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തിയറി ഇത് ചെയ്തിരിക്കുന്നത്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ പിന്നിലുള്ള അസംഷൻസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ടെക്നോളജി റിമെയിൻസ് അൺചേഞ്ച്, റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്, റിസോഴ്സസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യന്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ഈസ് എ കർവ് ദാറ്റ് ഷോസ് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സ്. അതാണ് കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് എക്കോണമി കനോട്ട് ചൂസ് എ പോയിന്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ബിക്കോസ് ദാറ്റ് ഷോസ് ദ എക്കോണമി ഈസ് അണ്ടർ യൂട്ടിലൈസിങ് ദ റിസോഴ്സസ്. എക്കോണമിക്ക് പുറത്തേക്ക് പോകാനും പറ്റത്തില്ല. അങ്ങനെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാകണം. പക്ഷേ ഇത് പ്രകാരം നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് അറിയണം. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദി ക്വാണ്ടിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി ഫോർഗോൺ, ഉപേക്ഷിക്കപ്പെടുന്നത്, ഫോർഗോൺ ദ ക്വാണ്ടിറ്റി ഓഫ് വൺ കമ്മോഡിറ്റി ഫോർഗോൺ ഫോർ പ്രൊഡ്യൂസിങ് 1 more യൂണിറ്റ് ഓഫ് അനദർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ 1 യൂണിറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മറ്റൊരു കമ്മോഡിറ്റിയുടെ എത്രയാണോ ഉപേക്ഷിക്കപ്പെടുന്നത് അതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ തിയറി ഇത് പ്രകാരം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ട് വന്നത്. നമുക്കറിയാലോ കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. കോൺകേവ് ടു ദി ഒറിജിൻ. ഈ ഒറിജിൻ കോൺകേവ് ആയിട്ടാണ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും കണ്ടോ. അപ്പൊ ഇത് കോൺകേവ് ടു ദി ഒറിജിൻ ആണ്. ഈ കോൺകേവ് ടു ദി ഒറിജിൻ എന്ന് പറയാൻ കാരണം നമ്മുടെ 2 പോയിന്റ് ഉണ്ട്. ഇത് എയും ഇയും ആണ്. അപ്പൊ ഈ ഇതിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഇത് കോൺകേവ് ടു ദി ഒറിജിൻ. ഈ കോൺകേവ് ടു ദി ഒറിജിൻ എന്ന് പറയാൻ കാരണം MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടെൻസ് ടു റൈസ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. ഇത് കോൺകേവ് ആണെന്ന് വരാൻ കാരണം ചില പരീക്ഷക്കാരൻ ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടില്ല സിലബസിൽ അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമുക്ക് അവർ അറിഞ്ഞിരിക്കണം. ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് കോൺകേവ് ടു ദി ഒറിജിൻ. ഒറിജിൻ കോൺകേവ് ആണ് ബിക്കോസ് ദ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടെൻസ് ടു റൈസ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാണ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോറും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ എന്താണ് പിന്നെ 10 എന്നുള്ളത് 9 ആയിട്ട് കുറഞ്ഞു, 9 എന്നുള്ളത് 7 ആയിട്ട് കുറഞ്ഞു, 7 എന്നുള്ളത് 4 ആയിട്ട് കുറഞ്ഞു, 4 എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, 4 ഇങ്ങനെയല്ലേ വന്നത്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിക്കുന്നതിന്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് വേണ്ടി ഇത് 9 എന്നുള്ളത് ഇത് 8 ആയിട്ട് കുറഞ്ഞെന്ന് വിചാരിച്ചു. ഇത് 9 എന്നുള്ളത് 8 ആണ്, 8 എന്നുള്ളത് 7 ആണ്, 7 എന്നുള്ളത് 6 ആണ്. ഇങ്ങനെ പറയുന്നെങ്കിൽ ഓരോന്നിന്റെ കുറവാണ് ഇവിടെ ഉണ്ടാകുന്നത് കണ്ടോ. അപ്പുറത്ത് ഒരെണ്ണം കൂടുന്നതോറും ഇവിടെ ഒരെണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് കോൺസ്റ്റന്റ് ഹിയർ. അങ്ങനെ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ഇത് കോൺകേവ് ആയിരിക്കത്തില്ല. ദിസ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. മനസ്സിലായി. ഇനി ഇത് കുറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. ഇത് 1 കുറഞ്ഞു, ഇത് 0.5 കുറയുന്നു, ഇത് 0.25 കുറയുന്നു. ഇങ്ങനെ കൊണ്ട് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിക്രീസിങ് പ്രൊപ്പോർഷനാണ് കുറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് കോൺവെക്സ് ടു ദി ഒറിജിൻ വരും. ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇത് കോൺകേവ് ടു ദി ഒറിജിൻ പറയാൻ കാരണം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് വരും. പിന്നെ അടുത്ത പ്രത്യേകത ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. താഴോട്ട് മോളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞാൽ വേറെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ മാർജിനൽ ദിസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ബിക്കോസ് when the production of one commodity increases another decreases. കണ്ടോ, ഒന്നിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ തന്നെ ഇവിടെ OX ആണ്. OX എന്നുള്ള X1 ആക്കി കഴിഞ്ഞാൽ അടുത്തതിന്റെ പ്രൊഡക്ഷൻ കുറയുന്നുണ്ട്. ഇത് OY എന്നുള്ള OY1 ആയിട്ട് കുറഞ്ഞു. ഇത് ആദ്യം OY ആയിരുന്നു,
ഒ എക്സ് ഉള്ള സമയത്ത് OY ആയിരുന്നു. ഇത് OX1 ആയിട്ട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് OY1 ആയിട്ട് കുറഞ്ഞു. ഇതാണ് ഇത്രയായിട്ട് കുറഞ്ഞു. അപ്പോൾ ഒന്നിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ വേറൊന്നിന്റെ പ്രൊഡക്ഷൻ കുറയും. ഇതിന്റെ പ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആകുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് പറയാൻ കാരണം ഒന്നിന്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മറ്റൊന്നിന്റെ പ്രൊഡക്ഷൻ കുറയും. അത് കോൺകേവ് ടു ഒറിജിൻ എന്ന് പറയാൻ കാരണം അതിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ കോൺകേവ് ടു ദി ഒറിജിൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ഒരു പ്രാവശ്യം കണ്ട് വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കണ്ടു നോക്കുക. നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കണം, മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ കൊണ്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.